നമസ്കാരം. നിയമബോധിയിലേക്ക് സ്വാഗതം. നീതിയുടെ പ്രതീകമായി ഉപയോഗിച്ചു വരുന്ന തുലാസ്യന്തിയ കണ്ണുമൂടിയ ദേവത ആരാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഗ്രീക്ക് ദേവതയായ തെമീസ് ദേവിയുടെ സങ്കല്പത്തിൽ നിന്ന് ഉദയം ചെയ്ത റോമൻ ദേവതയാണ് ജസ്റ്റീഷ്യ ദേവി എന്ന് പറയപ്പെടുന്നു. ഇതിനു പിന്നിൽ കഥകൾ കാണാം. തെമീസ് ദേവതയുടെ പുത്രിയായി ഡൈക്ക് എന്ന ഒരു ദേവതയുണ്ട്. ഈ പദത്തിനർത്ഥം ജസ്റ്റിസ് എന്നാണ്. ഈ ഡൈക്ക് എന്ന സങ്കല്പത്തെ അഗസ്റ്റസ് അടർത്തി മാറ്റി ജസ്റ്റീഷ്യ ദേവിയായി റോമിൽ ആരാധിച്ചതായി കാണാം. ഇക്കാലത്തോ അതിനും മുന്നിലോ ഇതേപോലെ ഈജിപ്ഷ്യൻ ദേവതയായി കാണുന്ന മാത്ത് നീതിയുടെ പ്രതീകമായി ആരാധിക്കപ്പെട്ടു. ഇതേപോലെ ഭാരതത്തിലും മാതാ അഥവാ കാളിമാതാ സങ്കല്പമുണ്ടായിരുന്നു. ഗ്രീക്ക് തെമീസ് ദേവത നിയമം, ക്രമം, നീതി എന്നിവയുടെയും മാത്ത് എന്ന ഈജിപ്ഷ്യൻ ദേവത നിയമക്രമം പരിപാലിക്കുന്നതിനും വാളും സത്യത്തിൻ്റെ തൂവലും പേറിയതുമായിരുന്നു. ഭാരതത്തിലെ ധർമ്മനീതിയായ ജീവിതക്രമം അഥവാ ഋതം പരിപാലിക്കുന്ന ദേവിയായി കാളിമാതാവിനെ ആരാധിച്ചിരുന്നുവല്ലോ. ഇവയെല്ലാം പൗരാണികമായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഈജിപ്തിൽ മാത്ത് എന്നറിയപ്പെടുക സ്വാഭാവികമായും നമ്മുടെ മാതാ ആയിരിക്കുമല്ലോ. ഇത് ഗ്രീക്കിൽ തെമിസ് ആയും റോമിൽ നീതിയുടെ ദേവത അഥവാ ജസ്റ്റീഷ്യ ദേവിയായും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവാം. എന്തായാലും നീതി ദേവതയുടെ ഇന്നത്തെ തനി സ്വരൂപം റോമൻ ജനതയുടെ ആരാധ്യയായ ജസ്റ്റീഷ്യ ദേവിയാണ്. നീതിന്യായ വ്യവസ്ഥകളിലെ ധാർമ്മിക ശക്തിയുടെ സാങ്കല്പിക വ്യക്തിത്വമാണ് ലേഡി ജസ്റ്റിസ്, ലാറ്റിൻ ലെസ്റ്റീഷ്യ. ഗ്രീക്ക് ദേവതയായ തെമിസിന് തുല്യമായ ജസ്റ്റീഷ്യ അഥവാ ജസ്റ്റീഷ്യ എന്നറിയപ്പെടുന്ന പുരാതന റോമൻ ഐതിഹ്യങ്ങളിലെ നീതിയുടെ സ്വരൂപ വ്യക്തിത്വത്തിൽ നിന്നാണ് ലേഡി ജസ്റ്റിസ് അഥവാ നീതി ദേവത ഉണ്ടാകുന്നത്. അഗസ്റ്റസ് ചക്രവർത്തിയാണ് ജസ്റ്റീഷ്യയെ ആദ്യമായി അവതരിപ്പിച്ചത്. അതുകൊണ്ട് റോമൻ ദേവാലയങ്ങളിലെ വളരെ പഴയ ഒരു ദേവതയായിരുന്നില്ല ജസ്റ്റീഷ്യ ദേവി. അഗസ്റ്റസ് ചക്രവർത്തി സ്ഥാപിച്ച് ആഘോഷിച്ച പടച്ചട്ടയിലെ സദ്ഗുണങ്ങളിൽ ഒന്നാണ് നീതി. തുടർന്ന് ടിബീരിയസ് ചക്രവർത്തി റോമിൽ ജസ്റ്റീഷ്യയുടെ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു. ഓരോ ചക്രവർത്തിയും തൻ്റെ ഭരണത്തെ ബന്ധപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന നീതിയുടെ സദ്ഗുണത്തിൻ്റെ പ്രതീകമായി ജസ്റ്റീഷ്യ മാറി. വെസ്പാസിയൻ ചക്രവർത്തി ജസ്റ്റീഷ്യ അഗസ്റ്റ എന്ന സിംഹാസനത്തിലിരിക്കുന്ന ദേവിയുടെ ചിത്രമുള്ള നാണയങ്ങൾ പുറത്തിറക്കി. അദ്ദേഹത്തിന് ശേഷം പല ചക്രവർത്തിമാരും തങ്ങളെ നീതിയുടെ സംരക്ഷകരായി പ്രഖ്യാപിക്കാൻ ദേവിയുടെ ചിത്രമാണ് ഉപയോഗിച്ചത്. ഇങ്ങനെയാണ് നീതിയുടെ ദേവതയായി ലോകമൊട്ടാകെ ഒരു സ്ത്രീ സങ്കല്പത്തെ അംഗീകരിക്കുവാൻ ഇടയായത്. അഗസ്റ്റസ് നിർമ്മിച്ച ക്ഷേത്രത്തിലെ നീതി ദേവത അന്ധയായിരുന്നില്ല. ആദ്യമായി നീതി ദേവതയെ കണ്ണുമൂടി രൂപീകരിച്ചത് സ്വിറ്റ്സർലാൻഡിലെ നവോത്ഥാനകാല ശില്പിയായ ഹാൻസ് ജിൻസ് ആണെന്ന് കരുതപ്പെടുന്നു. 1543 മുതൽ സമീപകാലത്ത് 1986 വരെ സ്വിറ്റ്സർലാൻഡിലെ ബേൺ എന്ന സ്ഥലത്ത് നിലനിന്നിരുന്ന ആ നീതിയുടെ ആദ്യകാല പ്രതീകം തീവ്ര യാഥാസ്ഥിതികവാദികളാൽ തച്ച് തകർക്കപ്പെട്ടു. 1543 കാലത്ത് റോമൻ കത്തോലിക്ക സഭയ്ക്കെതിരെ ഉയർന്നു വന്ന പ്രൊട്ടസ്റ്റന്റിസം, റിനൈസൻസ് എന്നീ നീക്കങ്ങളുടെ പ്രതികരണം എന്ന നിലയ്ക്കാവാം ശില്പി ആ ദേവതയെ കണ്ണുമൂടി കൊത്തിവെച്ചത്. കാരണം നീതി കണ്ണുമൂടപ്പെട്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ. നശിപ്പിക്കപ്പെട്ട ആ പ്രതീകത്തെ ഇന്ന് പുനഃസ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. എങ്കിലും ചരിത്രാവശിഷ്ടം എന്നേ നഷ്ടമായി കഴിഞ്ഞു. റോമിലെ സ്വന്തം ക്ഷേത്രവും ആരാധനാലയവും ഉള്ള ഒരു ദേവതയാണ് നീതി ദേവത എന്ന് ഇന്ന് പലരും അറിയുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. പകരം നീതി എന്നതിൻ്റെ പ്രതീകമായി ആ കണ്ണുമൂടിയ ദേവതാരൂപമാണ് മാറിയിരിക്കുന്നത്.
നന്ദി.